ഗുഡ് മോർണിംഗ് ഡിയേഴ്സ്. അപ്പോൾ നമ്മളിന്ന് ഡ്യൂട്ടി വ്ളോഗാണ് എടുക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ എണീറ്റിട്ട് നമുക്ക് നമ്മുടെ ചെറുക്കനെ കൊണ്ട് അമ്മയുടെ അടുത്ത് കൊണ്ടൊക്കെ കിടത്തണം. അല്ലെങ്കിൽ ഞാൻ ഒരുങ്ങുന്നതിനിടയ്ക്ക് അവനെങ്ങാനും എണീറ്റിട്ടുണ്ടെങ്കിൽ സീനാവും. എന്നിട്ട് അവനെ കൊണ്ടൊക്കെ കിടത്തി കഴിഞ്ഞിട്ട് ഞാൻ പോയി ഫ്രഷൊക്കെ ആയി വന്നു. ഇന്ന് നമ്മൾ ഇടാൻ പോകുന്ന ഡ്രസ്സ് വൈറ്റ് ടോപ്പും നീല ജീൻസുമാണ്. എന്നിട്ട് ഞാൻ ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കണത് എന്താ, കണ്ണെഴുതാം, പൊട്ട് തൊടാം, മുടി കെട്ടാം, ലിപ് ബാം ഇടാം എന്നൊക്കെയാണ്. പക്ഷേ വോയിസ് ഭയങ്കര സൗണ്ട് കുറവായിരുന്നു, അതുകൊണ്ടാണ് ഞാനിപ്പോൾ വോയിസ് ഓവർ ചെയ്യണത്. എന്നിട്ട് നമ്മൾ ആദ്യമേ തന്നെ സൺസ്ക്രീൻ ഇട്ടു. അത് കഴിഞ്ഞിട്ട് കണ്ണെഴുതാൻ പോവാണ്. കണ്ണൊക്കെ എഴുതി കഴിഞ്ഞു കേട്ടോ. അത് കഴിഞ്ഞിട്ടുള്ള കണ്ണ് എഴുതിയത് കാണിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ. ചെറിയൊരു പ്രകടനം. അത് കഴിഞ്ഞിട്ട് പോയി മുടിയൊക്കെ കെട്ടി. ഞാൻ പോണിറ്റയിലാണ് എപ്പോഴും കെട്ടുന്നത്. അങ്ങനെ കെട്ടിക്കഴിഞ്ഞിട്ട് നേരെ പോയി നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോകണം. ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് ഇഡ്ഡലിയും സാമ്പാറുമാണ്. എനിക്ക് വലിയ താല്പര്യമില്ലാത്ത സാധനമാണ് ഇഡ്ഡലി. പക്ഷേ നമ്മൾ കഴിക്കുമല്ലോ, നമ്മളങ്ങനെയാണല്ലോ. നമുക്ക് ഇഷ്ടമല്ലെങ്കിൽ നമ്മൾ എന്തിനാണ് ഉണ്ടാക്കിയിരിക്കുന്നത് അത് കഴിക്കും. ഇതിൻ്റെ കൂടെ ചട്നിയും കൂടെ ഉണ്ടെങ്കിൽ എനിക്ക് കൂടുതൽ ഇഷ്ടമാണ് കേട്ടോ. പിന്നെ ദോശയാണ് ഇഡ്ഡലിനെക്കാട്ടും കുറച്ചും കൂടി ഇഷ്ടം എനിക്ക് ഇഡ്ഡലി എന്തോ ഇഷ്ടമല്ല. പിന്നെ എന്താ, അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കിയിട്ട് കഴിക്കുവാണ്. അടുക്കളയിൽ തന്നെ നിന്നാണ് കഴിക്കുന്നത്. കാരണം ഒരു ചെറിയ സൗണ്ട് കൊണ്ട് പോലും നമുക്ക് നമ്മുടെ ചെറുക്കനെ എണീക്കരുത്. എണീറ്റിട്ടുണ്ടെങ്കിൽ അവൻ പിന്നെ കരച്ചിലും ബഹളമൊക്കെ, അമ്മ പോകണ്ടെന്നൊക്കെ പറഞ്ഞ് ഭയങ്കര കരച്ചിലൊക്കെ ആയിരിക്കും. അപ്പോൾ അത് കണ്ടുകൊണ്ട് പോകുമ്പോൾ നമുക്കൊരു സുഖം ഉണ്ടാവില്ല. അങ്ങനെ കുഞ്ഞ് പിന്നെ രാവിലെ 5:30-6 മണിയാകുമ്പോൾ പോകും കേട്ടോ. കുഞ്ഞു ഡ്യൂട്ടിക്ക് ആ സമയത്ത് പോകും. ഞാനൊരു ദിവസം കുഞ്ഞിനെ കൊണ്ടുവരാം. പിന്നെന്താ, അത് കഴിഞ്ഞിട്ട് നമ്മൾ ഉച്ചത്തേക്കുള്ള ചെറുപയർ എടുത്ത് വയ്ക്കുവാണ്. ഞാൻ ചോറ് അങ്ങനെ കഴിക്കാറില്ല. അത് കഴിഞ്ഞ് നമ്മുടെ പ്രധാനപ്പെട്ട സാധനം ലിപ് ബാം ഇടുവാണ്. ആദ്യം ലിപ് ലൈനറും കൊണ്ടൊരു വര വരച്ചു. അത് കഴിഞ്ഞിട്ട് ലിപ് ബാം ഇട്ടു. ഇത്രയൊക്കെ ഉള്ളൂ നമുക്ക് ഒരുക്കമൊക്കെ. അത് കഴിഞ്ഞ് എന്താ, ജസ്റ്റ് നിങ്ങളെ കാണിക്കുകയാണ് ഞാൻ. ഷോ ഓഫ് കാണിക്കുകയാണ് ഒരുങ്ങി കഴിഞ്ഞിട്ടുള്ളത്. അത് കഴിഞ്ഞപ്പോഴാണ് ഓർത്തത് സ്പ്രേ അടിച്ചില്ലാന്ന്. ഇതേ പോയി സ്പ്രേ അടിക്കുവാണ്. സ്പ്രേ ഒക്കെ അടിച്ച് കഴിഞ്ഞു. പിന്നെ നമ്മൾ ഇനി പോകാം. വേറെ വലിയ ഇതൊന്നുമില്ല. ഇനി ഷൂവും കൂടി ഇട്ടാൽ മതി. ബാക്കിയെല്ലാം കഴിഞ്ഞ് ജസ്റ്റ് ഞാൻ നിങ്ങളെ കാണിച്ചുകൊണ്ടിരിക്കുക. ഒരു ഷോ ഓഫ് അത്രയൊക്കെ തന്നെ. പിന്നെന്താ, ബാഗ് എടുത്ത് പോകാൻ വേണ്ടി പോവാണ്. അപ്പം അവൻ്റെ അടുത്ത് ചെന്നിട്ട് ജസ്റ്റ് അവനൊരു ഉമ്മയൊക്കെ കൊടുത്തിട്ട് പോകും കേട്ടോ. പതുക്കെ ചെന്ന് ആൾ വലിയ കുഴപ്പമില്ലെങ്കിലായിട്ട് ഉമ്മ കൊടുക്കുള്ളൂ. അല്ലെങ്കിൽ അതൊന്നും കൊടുക്കില്ല. നേരെ ഇട്ട പോക്കാൻ പോകും. അല്ലെങ്കിൽ ഉമ്മ കൊടുക്കാൻ പോകുമ്പോഴായിരിക്കും എണീക്കണത്. പിന്നെ സീനാവും. അത് കഴിഞ്ഞിട്ട് ജസ്റ്റ് ഒന്ന് പ്രാർത്ഥിച്ചു കേട്ടോ. പ്രാർത്ഥിക്കുന്നതൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അത് കഴിഞ്ഞ് ഞാൻ ലിഫ്റ്റിൽ കയറാൻ പോവാണ്. നമ്മൾ പോണത് കാർ ലിഫ്റ്റിനാണ്. ഞാൻ താമസിക്കണത് ഷാർജയിലാണ്, ജോലി ചെയ്യണത് ദുബായിലാണ്. അപ്പോൾ നമുക്ക് പോക്ക് വരവ് എളുപ്പം കാർ ലിഫ്റ്റ് ആയിരിക്കും. അല്ലെങ്കിൽ ഞാൻ ബസ്സിന് പോകണം. അത് കഴിഞ്ഞിട്ട് ഞാൻ മെട്രോ എടുക്കണം. പിന്നെ ഞാൻ ബസ്സിൽ കയറണം. അങ്ങനെയൊക്കെ കുറച്ച് പാടാണ്. പിന്നെ ബസ്സിൽ നിന്ന് ഇറങ്ങിയാലും കമ്പനിയിലേക്ക് കുറച്ച് നടക്കാനൊക്കെ ഉണ്ടാവും. ഇത് ഫ്ലാറ്റിൽ നിന്ന് ഇറങ്ങി ഞാനവിടെ ചെന്നപ്പോൾ തന്നെ വണ്ടി വന്നു കേട്ടോ. ഞാനിപ്പോൾ ഇതിനകത്ത് നിങ്ങളെ കാണിക്കുന്നുണ്ട് വണ്ടി. ഇപ്പോൾ പാസ് ചെയ്ത് പോകും. നോക്കിക്കോളൂ, പോകുന്നു. അതാണ് എൻ്റെ വണ്ടി. അത് യൂട്ടേൺ എടുത്ത് വരുമ്പോൾ ഞാൻ കയറിപ്പോവും. പിന്നെ നമുക്ക് ഒന്നും ഞാൻ എടുത്തിട്ടില്ല. ജസ്റ്റ് എന്നെ ഒന്ന് കാണിക്കുന്നേ ഉള്ളൂ. കാരണം മറ്റു ആൾക്കാരൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ അവർക്കും കൂടെ ഒരു ബുദ്ധിമുട്ടാവുമല്ലോ. പിന്നെ അതിനകത്ത് ഇരുന്നിട്ട് നമ്മൾ യൂട്യൂബിൽ എന്തെങ്കിലും വീഡിയോ കാണോ, അല്ലെങ്കിൽ പാട്ട് കേൾക്കുമോ, പിന്നെ ഉറക്കം, ഇതൊക്കെയാണ്. എല്ലാവരും ഉറക്കമായിരിക്കും കേട്ടോ. രാവിലെ വണ്ടി കയറി കഴിഞ്ഞാൽ എല്ലാവരും ഉറങ്ങും. അവരവരുടെ സ്ഥലമാകുമ്പോഴേക്കും എണീക്കും. തിരിച്ചു വരുമ്പോഴും എല്ലാവരും ഉറക്കമായിരിക്കും. ഞാൻ കമ്പനിയിൽ ചെന്നു. ഇതാണ് കേട്ടോ എൻ്റെ കമ്പനി ബിൽഡിങ്. ഇന്ന് കണ്ടോളൂ, 42 നിലയുണ്ട്. 38ാമത്തെ നിലയിലാണ് എൻ്റെ ഓഫീസ്. നമ്മൾ ഇവിടെ പഞ്ച് ചെയ്യണം. ഒരു കീ ഉണ്ട്, ഒരു ബ്ലൂ കളർ. അതുകൊണ്ടാണ് പഞ്ച് ചെയ്യണം. അതെനിക്ക് എടുക്കാൻ പറ്റിയില്ല. ഞാൻ ലിഫ്റ്റിൽ കയറാൻ പോവാണ്. ലിഫ്റ്റിൻ്റെ ബട്ടൺ ഞെക്കി. ഇപ്പം തന്നെ ലിഫ്റ്റ് വരും. ഇന്ന് സാറ്റർഡേ ആയതുകൊണ്ടാണ് കേട്ടോ തിരക്കൊന്നും ഇല്ലാത്തത്. അല്ലെങ്കിൽ ആൾക്കാരൊക്കെ ഉണ്ടാവും. അപ്പോൾ നമുക്ക് വീഡിയോ ഒന്നും എടുക്കാനും പറ്റത്തില്ല. അതുകൊണ്ട് തന്നെയാണ് ഞാൻ സാറ്റർഡേ സെലക്ട് ചെയ്തത് ഇങ്ങനൊരു വ്ളോഗ് എടുക്കാനായിട്ട്. അല്ലെങ്കിൽ നമുക്ക് മൊത്തത്തിൽ തിരക്കായിരിക്കും. എനിക്ക് ഓഫീസിൻ്റെ അകത്ത് നിന്നാലും തിരക്കായിരിക്കും. ഇത് മൊത്തത്തിൽ സാറ്റർഡേ ഒരു തിരക്കില്ലാത്ത ദിവസമാണ്. എന്നെ ഇൻസ്റ്റയിൽ ഫോളോ ചെയ്യുന്നവർക്ക് അറിയായിരിക്കും. ഞാൻ ഇതിനകത്ത് ഈ ലിഫ്റ്റിൽ നിന്നിട്ടാണ് മിക്കപ്പോഴും ഫോട്ടോ ഇടാറുണ്ട് അതിനകത്ത്. അതാണ് ഈ ലിഫ്റ്റ്. അപ്പോൾ എല്ലാവരും ചോദിക്കാറുണ്ട്, നിനക്ക് എന്താ ലിഫ്റ്റിനോട് പ്രേമമാണോ എന്നൊക്കെ. അത് കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ ഓഫീസിൽ ചെന്നു. ഓഫീസിൽ ചെന്നപ്പോഴേക്കും നമുക്ക് കൊളീഗ്സൊക്കെ ഉണ്ട്, മറ്റാൾക്കാരൊക്കെ ഉണ്ട്. അതുകൊണ്ട് ഞാനങ്ങനെ എടുത്തിട്ടില്ല. ഇതാണ് എൻ്റെ ചെയർ, എൻ്റെ സിസ്റ്റം, എൻ്റെ ടേബിൾ ഒക്കെ.
അതുകൊണ്ട് ഞാൻ പിന്നെ ഇപ്പോൾ വീഡിയോ എടുക്കുന്ന നമ്മുടെ ഉച്ചയ്ക്ക് ഇതേ ഫുഡ് കഴിക്കാൻ നേരത്താണ്. നമ്മൾ രാവിലെ എടുത്ത് വെച്ച ചെറുപയറാണ് കഴിക്കണത്. ചെറുപയറൊക്കെ കഴിച്ചു. അങ്ങനെ കുറേ നേരം കൊണ്ടാട്ടോ ഇതൊക്കെ ഒന്ന് കഴിച്ച് തീർക്കണത്. ഒരു 3 മണിക്കൂറൊക്കെ എടുക്കും ഞാൻ കഴിച്ച് തരാൻ വേണ്ടി. കാരണം ആയത് 2 വാ വയ്ക്കും, പിന്നെ അതവിടെ വയ്ക്കും, പിന്നെയാണ് അടുത്തത് എടുക്കുന്നത്. അങ്ങനെയൊക്കെയാണ് കഴിക്കുന്നത്. പിന്നെ ഞാൻ വർക്ക് ചെയ്യണത് അക്കൗണ്ടൻ്റ് ആയിട്ടാണ്. ഒരു ഓയിൽ ആൻഡ് ഗ്യാസ് കമ്പനിയിലാണ്. അതിൻ്റെ ഓഫീസാണ് ഇവിടെ. റിഫൈനറിയൊക്കെ വേറെ സ്ഥലത്താണ്. മെയിൻ ഓഫീസാണ് ദുബായിലുള്ളത്. അവിടെയാണ് ഞാൻ വർക്ക് ചെയ്യണത് അക്കൗണ്ടൻ്റായിട്ട്. ഞാൻ മാത്രമുള്ള അക്കൗണ്ടൻ്റായിട്ട്, വേറെ ആരൊന്നുമില്ല. പിന്നെ ഇറാനിയൻസിൻ്റെ കമ്പനിയാണ്. എല്ലാവരും ഇറാനിയൻസാണ്. ഞാൻ മാത്രമുള്ളൊരു മലയാളിയായിട്ട്. അങ്ങനെയൊക്കെ പോകുന്നു. പിന്നെ എന്താ, ഒരു 5 മണിയൊക്കെ ആകുമ്പോഴാണ് നമ്മുടെ വണ്ടി വരുന്നത്. 5 മണിയാകുമ്പോൾ എൻ്റെ ഡ്യൂട്ടി തീരും. ഞാനിപ്പോൾ ഒരു 4:45, 4:50 ആകുമ്പോൾ ഇറങ്ങും. ശനിയാഴ്ച ആണ്ട് 4:50 കഴിയുമ്പോൾ ഇറങ്ങിയാൽ മതി. ബാക്കി ദിവസങ്ങളിലൊക്കെ നമ്മൾ കുറച്ച് നേരത്തെ ഇറങ്ങണം, അല്ലെങ്കിൽ ലിഫ്റ്റ് കിട്ടാൻ പാടാം. ഇപ്പോഴേ ഇറങ്ങി ലിഫ്റ്റ് കയറാൻ പോവാണ്. ഞാൻ ലിഫ്റ്റിൽ കയറി നെക്സ്റ്റ് ഫ്ലോർ എത്തിയപ്പോഴേക്കും വേറെ ആൾ കയറി. അതുകൊണ്ട് അങ്ങനെ ഒന്നും ഞാൻ ലിഫ്റ്റിൻ്റെ അകത്തൊന്നും എടുത്തിട്ടില്ല. ജസ്റ്റ് ആ കയറുമ്പോൾ ഉള്ളൂ. പിന്നെ അത് ഇങ്ങനെ താഴത്തെത്തി. ഞാനിപ്പോൾ പഞ്ച് ചെയ്യുന്നതെന്ന് പറഞ്ഞില്ലേ രാവിലെ, അത് നിങ്ങളെ കാണിച്ചു തരാം. ബ്ലൂ കളർ ഒരു കീ ആണത്. അതുകൊണ്ട് നമ്മൾ മെട്രോയ്ക്കൊക്കെ ഇപ്പോൾ ഇതുപോലെയല്ലേ. അങ്ങനെ നമ്മളിതേ പഞ്ച് ചെയ്തു. നേരെ പുറത്തേക്ക് ഇറങ്ങി. നമ്മളെ ഇറക്കി വിട്ട സ്ഥലത്ത് തന്നെ, മെയിൻ റോഡിൽ തന്നെ വണ്ടി വരും. ഭയങ്കര ചൂടാണിപ്പോൾ ദുബായിൽ, ഒരു രക്ഷയില്ല കേട്ടോ. അയ്യോ, ഇപ്പോൾ തന്നെ ഒട്ടും പറ്റണില്ല. ഇനി എന്താകുമെന്ന് അറിയത്തില്ല. ജൂലൈ ലാസ്റ്റ് ഓഗസ്റ്റൊക്കെ ആകുമ്പോഴേക്കും കൂടുന്ന സമയമാണത്, അറിയില്ല. ഇപ്പോഴേ ഞാൻ വെയിലത്ത് അവിടെ നിന്നുകൊണ്ട് നിങ്ങളോട് പറയുന്നുണ്ട് വെയിലാന്നൊക്കെ, പക്ഷേ അത് നിങ്ങൾക്ക് കേൾക്കാൻ പറ്റില്ല. സൗണ്ട് ഭയങ്കര കുറവ്. ഞാൻ ഇപ്പോൾ സൂര്യൻ ചേട്ടനെ കാണിച്ചു തരാം. ഇതാ നമ്മുടെ സൂര്യൻ ചേട്ടൻ. അങ്ങനെ പിന്നെ വണ്ടിയൊക്കെ വന്നു. ഞാൻ കയറി. പിന്നെ ഒന്നും എടുക്കാൻ പറ്റിയില്ല. ഞാൻ തിരിച്ച് റിട്ടേൺ വീട്ടിലെത്തിയതാണ്. ഫ്ലാറ്റിൽ കയറുകയാണ്. നേരെ ലിഫ്റ്റിൽ കയറി മേടിച്ചെന്നപ്പോഴേക്കും ചെറുക്കൻ ഉറക്കത്തിൽ നിന്ന് എണീറ്റതേ ഉണ്ടായിരുന്നുള്ളൂ. അതിൻ്റെ ഒരു മൂഡ് ഓഫ് നിൽക്കുമായിരുന്നു. അങ്ങ് എണീറ്റ്, ഞാൻ ചെല്ലുന്ന ആ സമയത്തായിരുന്നു എണീറ്റത്. പിന്നെ കുഞ്ഞൊന്ന് നേരത്തെ വന്നിട്ടുണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞ് എന്നെ കണ്ടതിൻ്റെ ഉമ്മപ്രകടനമാണിത് നടക്കുന്നത്. പിന്നെ ഇത്രയൊക്കെ ഉള്ളൂ. ഞാൻ ആദ്യമായിട്ടാണ് ഒരു വ്ളോഗ് എടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമോയെന്ന് എനിക്ക് അറിയത്തില്ല. കുറേ മിസ്റ്റേക്കൊക്കെ ഉണ്ടാവും, എല്ലാം ക്ഷമിക്കുക. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം. നിങ്ങളുടെ സപ്പോർട്ട് എന്നും ഉണ്ടാവണം. പുതിയൊരു വ്ളോഗായിട്ട് പെട്ടെന്ന് തന്നെ ഞാൻ വരാം. അപ്പോൾ ശരി, ഓക്കെ, ബൈ, ടേക്ക് കെയർ.